അവരെ പറഞ്ഞത്. അതിനാ മക്കളെ പഠിപ്പിക്കുന്നത്. ജോലിയുള്ളവനെ കൊണ്ടേ കെട്ടിക്കത്തുള്ളൂ. ജോലിയുള്ളവനെ കൊണ്ട്. പെൻഷനും കിട്ടുന്നവനെ കൊണ്ട് വേണം കെട്ടിക്കാൻ. പെൻഷൻ കിട്ടിയിട്ടേലും ഒന്നുമില്ല. ജോലി അന്നേരം ജോലി ഉണ്ടോ? അന്നേരം ഇപ്പൊ പഠിച്ച എല്ലാവരും പെൻഷനുള്ളവരാണോ? എനിക്ക് പെൻഷൻ എത്രയോ പേര് നല്ല ഒന്നാമത് ഇപ്പം ബികോം അത് ഇതുവരെയും പഠിച്ച് കമ്പ്യൂട്ടർ അത് ഇതുവരെ പഠിച്ച് നല്ല ഒന്നാമതും ജോലിക്ക് പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ കൊണ്ടേ കെട്ടിക്കത്തുള്ളൂ. അല്ലാതെ കണ്ടവനെ ഒന്നും കണ്ട് കെട്ടിക്കത്തില്ല. പഠിച്ചവന്മാരെ കൊണ്ട്, വിദ്യാഭ്യാസമുള്ള പഠിച്ച് ജോലി ചെയ്യുന്നവന്മാരെ കൊണ്ട് അന്നേരം ജോലി ചെയ്ത് ജീവിച്ചോളും. അത് കഴിഞ്ഞിട്ട് അവിടെ നേരെ എഴുതി വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ടല്ല, അതിന് മുന്നേ തന്നെ എഴുതും ഞാൻ. പക്ഷെ അവർക്ക് തൊടാൻ പറ്റാത്ത രീതിയിലേ എഴുതത്തുള്ളൂ. അവർക്ക് ആർക്കും വിൽക്കാൻ പറ്റാത്ത രീതിയിലേ എഴുതത്തുള്ളൂ. വിൽപ്പനയ്ക്കുള്ളതല്ല ഈ വസ്തു. ഈ വസ്തു എന്ന് പറയുന്നത് വിൽപ്പനയ്ക്കുള്ളതല്ല. ഇത് എന്റെ വസ്തു, എന്റെ അച്ഛന്റെ വസ്തു ഒന്നും വിൽപ്പനയ്ക്കുള്ളതല്ല. ഞാനാ ഇതിന്റെ അധികാരി. അല്ലാതെ കണ്ടവരാണോ എഴുതുന്നത്? കണ്ടവരത് അവിടെ ഡ്രാമ എഴുതിയിട്ട് എഴുതാതെ പോവോ? എന്റെ വസ്തു ആയിരുന്നു. എനിക്ക് കണ്ടവർക്കൊന്നും കൊടുക്കാനുള്ള വല്ലിത്. ഇത് എന്റെ കൊച്ചിനുള്ളതാ. അത് കണ്ടവരൊന്നും കൊടുക്കാനുള്ള വല്ലിത്. എന്റെ കൊച്ചിനുള്ളതല്ല. കണ്ടവരും കണ്ടോ ആളുകളൊക്കെ കിടക്കുന്ന ഡ്രാമ കാണിക്കുന്നവർക്കൊന്നും ഉള്ള വല്ലിത്. ഒരാൾ ഞാൻ കേട്ടത് ഒരു കഷണ്ടിയാണെന്ന് 17 സെന്റ് എന്നൊക്കെ പറയുന്ന ആ കഷണ്ടിയാന്. ആ കഷണ്ടിയാണെന്ന് 17 സെന്റ് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടതാ. അവൻ അവിടെ വീട്ടിൽ നിന്നോണ്ട് 17 സെന്റ്. പിന്നെ അതിന് 19 അതിനത് 19 അതിന് 17 അത് 19 17 സെന്റ് ആവുള്ളൂ. കുറെ ഡ്രാമയൊക്കെ അവരെ എടുക്കുന്നത് കേട്ടതാ ഞാൻ. എനിക്കെല്ലാം മനസ്സിലാവും. ഇതുപോലെ ഡൽഹി കുറെ ഡ്രാമ ഒരു തമിഴന്മാരിങ്ങനെ എടുക്കുമായിരുന്നു ഡ്രാമ. ഭയങ്കര ഡ്രാമയായിരുന്നു ഇതുപോലെ. അവസാനം ഓടിയവൻ ഡ്രാമ എടുത്ത് നമ്മുടെ എല്ലാം അങ്ങോട്ട് ഫേസ്ബുക്കിനകത്തും എല്ലാം അങ്ങോട്ട് ഇടാൻ തുടങ്ങിയപ്പോഴത്തേന് ഓടിയവിടുന്ന്. അവിടുന്ന് പെറുക്കിക്കട്ടി എല്ലാം ഓടിയവൻ അവിടുന്ന്. പെറുക്കിക്കട്ടി ഓടേണ്ടി വന്നവന്. എന്റെ ഉണ്ട് തെളിവ്. തമിഴന്റെ ആരാണ്ട് ആളുകളെ അഭിനയിക്കുകയായിരുന്നു. അവസാനം അവനടുത്ത് പെറുക്കിക്കട്ടി ഓടിയവൻ. പെറുക്കിക്കട്ടി ഓടിപ്പിച്ച് ഞാൻ കേട്ട തമിഴൻ. എനിക്ക് തമിഴന്മാരെ ഒന്നും അറിയത്തില്ല. തമിഴന്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. തമിഴന്മാരൊക്കെ എന്റെ പുറകിൽ നടക്കാൻ ഡൽഹിയിലൊക്കെ വന്നേക്ക് കേട്ട തമിഴനൊക്കെ ഇങ്ങനെ നടത്തുമായിരുന്നു. കേട്ട തമിഴന് പിന്നെ കുറെ തമിഴന്മാരെയൊക്കെ അറിയുന്നവരും ആളുമാരും അമ്മമാരും ഒക്കെ ഉണ്ട്. എനിക്ക് തമിഴന്മാരെ ഒന്നും അറിയത്തില്ല. ഞാൻ തമിഴ്നാട്ടിലൊന്നും പോയിട്ടില്ല. തമിഴനെയൊക്കെ എന്റെ പുറകിൽ നടക്കാൻ പലയിടത്തൊക്കെ ചെല്ലുമായിരുന്നോട്ടെ കേട്ട തമിഴന്മാരൊക്കെ. ഞാൻ കേട്ട തമിഴനെ ഒന്നും എടുത്തിട്ടില്ല. ഒരു തമിഴനെ എടുത്തിട്ടില്ല. എവിടുന്നോ കിടന്ന തമിഴൻ വന്നിരിക്കുന്ന നമ്മുടെ രക്ഷകർത്താവ് പോലെ അവനെ കുസ്തിക്ക് വരലായിരുന്നു ജോലി. എന്റെ എല്ലാം കിടപ്പുണ്ട് അവന്റെ കുസ്തിക്ക് വരലെല്ലാം. അവള് കുറെ ഡ്രാമ കാണിച്ചതും എല്ലാം കിടപ്പുണ്ട്. തമിഴ് അറിയുന്നവരെ കഴിപ്പിച്ച് അവര് പറയത്തും ഇവിടെ പറയുന്നതിനെല്ലാം കോടതി കൊടുക്കും. കോടതി കൊടുത്ത് ഡ്രാമയൊക്കെ ഞാൻ അവിടെ എടുപ്പിക്കാം. എന്റെ കിടപ്പുണ്ടല്ലോ അവിടെ ഡ്രാമയെല്ലാം ഞാൻ എടുപ്പിക്കുന്നുണ്ട്. അവിടെ ഡ്രാമയൊക്കെ ഡ്രാമയെല്ലാം ഒന്നും കളഞ്ഞിട്ടില്ല. എല്ലാം ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. അവിടെ ഡ്രാമ കുറെ എടുത്ത ഡ്രാമകളൊക്കെ. എനിക്കറിയത്തില്ല. പിന്നെ എന്തുവാ എനിക്കറിയാം കേട്ടോ തമിഴിനെയൊക്കെ. ഞാൻ കേട്ടോ തമിഴിന്റെയൊക്കെ എടുത്ത വല്ല തമിഴ്നാട്ടിലൊക്കെ നടന്നു. ഞാൻ തമിഴ്നാട്ടിലൊക്കെ നടന്നിട്ടില്ല. തമിഴിനെ ഒന്നും എനിക്ക് തമിഴത്ത് സംസാരിക്കാനും അറിയത്തില്ല. കേട്ടോ തമിഴിന്റെ ഒന്നും കേട്ടോ തമിഴത്ത് വരച്ചിട്ടുമില്ല. പിന്നെ കേട്ടോ തമിഴിന്റെ ഒന്നും ഞാൻ പോയിട്ടില്ല. കോളേജിൽ പോയിട്ടില്ല. ഡൽഹിയിലുള്ള തമിഴ് എന്റെ ഏതാണ്ട് രക്ഷകർത്താവായിട്ടൊക്കെ അഭിനയിച്ചതൊക്കെ എന്റെ ഉണ്ട്. അവനാരാ എന്റെ കിടപ്പുണ്ട്. തമിഴന്റെ അമ്മയും കൂടെ ഒക്കെ അഭിനയിച്ച് വർത്താനം പറയുന്ന എല്ലാം കിടപ്പുണ്ട്. കിടക്കാതല്ല നല്ല ശരിക്കും എല്ലാം പിടിച്ചു വെച്ചിട്ടുണ്ട്. അവന്റെ തമിഴൊക്കെ എനിക്കറിയാം. അവൻ പറഞ്ഞതൊക്കെ എന്തൊക്കെ കായംകുളം എന്നൊക്കെ പറയുന്നതൊക്കെ അവനെന്തോ ഈ കായംകുളം അറിയുന്നതെന്നൊക്കെ എനിക്കൊന്ന് അറിയണം. അതിനകത്തുണ്ട് കായംകുളം എന്നൊക്കെ പറയുന്നത്. എല്ലാം അറിയണ്ടായോ കായംകുളം? കായംകുളം എന്നൊക്കെ പറയുന്നതൊക്കെ ഉണ്ട്. അവനെങ്ങനെയാ കായംകുളം ഒക്കെ അറിയുന്നത്? എവിടെയോ കിടക്കുന്ന തമിഴ് അവന്റെ തെറ്റിപ്പോത് അവൻ ഇങ്ങനെ പോലും നോക്കത്തില്ല. എന്നാ കേട്ടാൽ കായംകുളം എന്നൊക്കെ പറയും. ഇവൻ ആരാ തമിഴൊക്കെ കുറെ ഇങ്ങനെ നടത്തി കുറെ ഡ്രാമകൾ കുറെ അവിടുമാരും അമ്മാരും കയറി നടത്തിയായിരുന്നു ഡ്രാമ. ഞാൻ പോകുന്ന
ഇനി വരും കുറെ ആൾമാർ ഇതുപോലെ അവിടെ ഇവിടെ കയറിയിരുന്നത് ഒരു ഡ്രാമായ ആർക്കും അറിയത്തില്ലെന്നാ വിചാരം ഡ്രാമ. ഏതോമാരാണല്ലോ ഞാൻ വന്നു അവിടെ ഞാൻ വന്നു വന്നവർക്കറിയാം, ഡ്രാമ നടത്തിച്ചവർക്കറിയാം നല്ലപോലെ. ഡ്രാമ നടത്തിച്ചത് കോടതി പിടിക്കും. ഡ്രാമ നടത്തിച്ചവരാരാണുള്ളത് കോടതി പിടിക്കും. ആരാ ഈ ഡ്രാമ എടുത്തോണ്ട് വലിപ്പിച്ചത്? അല്ലാതെ ചുമ്മാ എന്തതില്ല. കുറെ നാൾ കൊണ്ട് കോടതി ഫേസ്ബുക്കും ഈ യൂട്യൂബും ഒക്കെ കൊടുക്കും. കോടതിയിൽ ഇതും ഫേസ്ബുക്കിലും യൂട്യൂബും ഇതിനകത്തൊന്നല്ല. എന്റെ ക്യാമറ സൈഡ് അടിച്ചു പൊട്ടിക്കുന്ന എല്ലാം ഇതിനകത്ത് കിടക്കും. എല്ലാം കിടപ്പുണ്ട്. കിടപ്പുണ്ടെന്ന് പറഞ്ഞാൽ മതിയോ? കൊടുക്കണമല്ലേ വിളിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുമല്ലോ. ഇന്ന് നാളെ തന്നെ വേണേലും കൊടുക്കും. എന്റെ താമസം എന്തുവാ മുഹൂർത്തമുണ്ടോ കൊടുക്കാൻ? എന്റെ വീട്ടിൽ വരുന്നവരൊന്നും കണ്ടെടുത്തൊന്നും വായി നോക്കാൻ ഇതുവരെ പോയിട്ടില്ല. ഒരൊറ്റ വീട്ടിൽ ഒരു വീട്ടിലും പോയിട്ടില്ല വായി നോക്കാൻ. എന്റെ അടുത്ത് വന്നാൽ ഇവിടെ വന്ന് ഒരു എന്റെ കൂടെ നിൽക്കും പോകും. ഒരു വീടും വായി നോക്കാൻ പോയിട്ടില്ല. എന്റെ ബന്ധുക്കൾ എന്റെ സഹോദരന്മാർക്ക് വേറെ ആരും ബന്ധുക്കളില്ല. ഞാനല്ലാതെ ഒരു ബന്ധുക്കളും ഇല്ല. ഞാൻ ഞാൻ വെച്ചിട്ടില്ല. രാജമ്മയ്ക്ക് എന്തുവായിട്ട് കാര്യം ശീലനെ വെക്കാനും എന്തോ സമാധാന മന്ത്രിക്കാർക്ക് എണ്ണ കൊടുക്കാനൊക്കെ ആരാ അവിടെ? സമാധാന മന്ത്രിക്കാർ ഇവിടെ ആരാ? ഇവിടെ ആരാ എണ്ണ കൊടുക്കാനും? രണ്ടാമത്തിലോണക്ക് സമാധാന മന്ത്രിക്കാർക്ക് എണ്ണ കൊടുക്കാൻ ഇവിടെ ആരാ? ഇവിടെ ആരാ സമാധാന മന്ത്രിക്കാര്? ഇവിടെ എന്തോ ബന്ധമുള്ളത് നിങ്ങൾക്ക്? ഇവിടെ കേൾക്ക് എന്താ ബന്ധമാണ് സമാധാന മന്ത്രിക്കാരുമായിട്ടുള്ളത് രാജമ്മയ്ക്ക്? കേക്ക് വെക്കാറുണ്ടല്ലോ. കുറെ ശീലനെയും കൂലനെയും ഒക്കെ കേക്ക് വെച്ചത് ആഗ്രഹമായിരുന്നു. ശീലൻ കൊണ്ടുവന്ന് അത് കൊടുക്കുന്നത് മരുന്ന് കൊണ്ടല്ലാവ ഒരു ഒരു ഓട്ടോക്കാരൻ വരും. അവൻ മരുന്ന് കുഴക്കാനും മരുന്ന് ശീലന്റെ മരുന്ന് വാങ്ങി പെട്ടല്ലാവ. പിന്നെ ഇതൊക്കെ വേണം നമുക്ക് മരുന്ന് വാങ്ങിക്കാൻ. ഓട്ടോക്കാരൻ മരുന്ന് വാങ്ങിച്ചു എനിക്കും തരും, പാല് വാങ്ങി കൊടുത്തേ. എനിക്ക് അവനോട് എല്ലാം പിന്നെ ശീലന്മാരെല്ലാം വാങ്ങി കൊടുക്കുന്നത് എന്തുവായിരുന്നു? എത്ര പേര് വേണം ഇവർക്ക്? ഇതൊക്കെ എത്ര പേര്